ആക്ച്വലി നമ്മുടെ മൂക്കിന്റെ താഴ്ഭാഗവും അപ്പർ ലിപ്പും ചേർന്ന ഒരു ഏരിയ നമ്മൾ ഡേഞ്ചറസ് ഏരിയ എന്നാണ് പറയുന്നത്. പ്രധാന കാരണം നമുക്കറിയാം ഈ രക്തധമനികളുണ്ട്, ആർട്ടറി വെയിൻസ് എന്ന് പറഞ്ഞ രക്തധമനികളുണ്ട്. രക്തം അങ്ങോട്ട് കൊടുക്കുന്നതും തിരിച്ചു കൊണ്ടുവന്ന ധമനികളൊക്കെ ഉണ്ട്. ഇവിടെ എമിസറി വെയിൻസ് എന്ന് പറഞ്ഞ പ്രത്യേകത ഇംഗ്ലീഷ് പേര് പറഞ്ഞ ചില വെയിൻസ് നമ്മൾ തലച്ചോറുമായിട്ട് കണക്ട് ചെയ്ത സാധനം. യൂഷ്വലി തലച്ചോറിട്ട് കണക്ട് ചെയ്ത സാധനത്തിനൊക്കെ പല വാൽവുകളും മറ്റു സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ എമിസറി വെയിൻ വാൽവ് സംവിധാനം ഇല്ലാത്ത എമിസറി വെയിൻസ് ആണ് മെയിൻലി ഉള്ളത്. അപ്പൊ നമ്മളിവിടെ ഈ മൂക്കിന്റെ താഴ്വോ അപ്പർ ലിപ്പ് ചേർന്ന ഡേഞ്ചറസ് ഏരിയയില് ഈ മുഖക്കുരു അല്ലെങ്കിൽ ഫറങ്കിൾ എന്ന് പറഞ്ഞ മറ്റുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ അണുബാധയാണ് ഉണ്ടാകുന്നത്. അണുക്കളാണ് അവിടെ ഉള്ളത്. ചെറിയ നമ്മുടെ സെറ്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ വിയർപ്പ് ഗ്രന്ഥിയിലൊക്കെ ബാധിച്ചുണ്ടാകുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ ഫറങ്കിൾ പോലുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അവിടെ രോഗാണുക്കളുണ്ട്. നമ്മളവിടെ പ്രസ് ചെയ്യുമ്പോഴും നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ രോഗാണുക്കള് ഈ എമിസറി വെയിൻസ് എന്ന് പറഞ്ഞ വെയിൻ വഴി മറ്റുള്ള സാധനങ്ങൾ വഴി തലച്ചോറിലേക്ക് ഈ രോഗാണുക്കൾ എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡോക്ടർമാർ നമ്മൾ ചെയ്യുന്നത് പ്രസ് ചെയ്യാതെ അവിടെ മാത്രം മരയിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരു ഇൻസിഷൻ ഇട്ട് ഈ പസ് രോഗാണുക്കൾ ഡ്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രഷർ ബാക്കിലേക്ക് പോവുകയും ഈ വാൽവില്ലാത്ത എമിസറി വെയിൻ വഴി രോഗാണുക്കൾ നമ്മൾ തലച്ചോറിൽ എത്താൻ തലച്ചോറ് രോഗാണുബാധ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ മൂക്കിൽ താഴെ അപ്പുറം ചേർന്ന് ഡേഞ്ചറസ് ഏരിയയിൽ ഒരു കാരണവശാലും കുരുക്കളോ മറ്റു സാധനങ്ങളോ വരുന്നത് കുത്തിപ്പൊട്ടിക്കരുത്, അമർത്തിപ്പൊട്ടിക്കരുത് പറയുന്നത്. മൂക്കിനകത്തുള്ള നേരത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞ ഫറങ്കിൾ അല്ലെങ്കിൽ നമുക്ക് മൂക്കുരു പോലുള്ള മറ്റു സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ അവിടെ മാത്രം മരയിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പസ് അല്ലെങ്കിൽ അവിടെ കിളക്കി നിൽക്കുന്ന സാധനങ്ങൾ പുറത്താക്കി അതിന്റെ കൂടെ തന്നെ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആന്റിബയോട്ടിക്കുകൾ ചിലപ്പോൾ ഇഞ്ചക്ഷൻ വഴിയോ അല്ലെങ്കിൽ ടാബ്ലറ്റ് വഴിയോ നമ്മൾ കൊടുത്തുകൊണ്ടാണ് ഈ സാധനങ്ങൾ ക്യൂർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ തലച്ചോറിലേക്കുള്ള അണുബാധ ഉൾപ്പെടെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ നോക്കാൻ നമുക്ക് സാധിക്കും.